സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8ാമത്തെ യൂണിറ്റ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാപ്റ്റർ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചത് വളരെ കുറവായിരിക്കും. നമുക്ക് ഇന്ത്യയുടെ ചരിത്രം മൊത്തത്തിൽ കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും കേരളത്തിൻ്റെതായിട്ടുള്ള ചരിത്രം ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ വളരെ കുറച്ച് മാത്രമേ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും ഇതുവരെ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടില്ല. ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് ഒരല്പം ലെങ്തിയാണ് എന്ന് നമുക്ക് പറയാം. ഒരല്പം കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. നമ്മൾ 9th കേരളത്തിന്റെ ചരിത്രം, മിഡിവൽ പീരീഡിലുള്ള കേരളത്തിന്റെ ചരിത്രം നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. പെരുമാക്കന്മാരെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, അഞ്ചുവണ്ണം, മണിഗ്രാമം തുടങ്ങിയിട്ടുള്ള ചില കച്ചവട സംഘങ്ങളെ പറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നാടുവാഴി, അതേപോലെ തന്നെ സ്വരൂപങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 10ലേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ ഒരു യൂണിറ്റിലാണ് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിന്റെ ചരിത്രം പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. ഏറ്റവും ആദ്യം ഒരു ഡയറി ഇവിടെ കൊടുത്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഈ ഡയറി ആരുടെ ഡയറിയാ എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം ആ ഒരു ഡേറ്റ് നമുക്ക് നോക്കാം. 1498 ആണ്. ആ വർഷം പല കുട്ടികളും ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചു വെച്ച ഒരു വർഷമായിരിക്കും. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്തേക്ക് ആദ്യമായി വന്ന യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരിൽ ആരായിരുന്നു ആദ്യം വന്നത്? വാസ്കോ ഡ ഗാമയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 1498 ഗാമ നമ്മുടെ നാട്ടില്, കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വാസ്കോ ഡ ഗാമ എത്തിയത് 1498 മെയ് 20 ഓക്കെ, ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ആരാണ് ഈ ഡയറി എഴുതിയത്? ഡയറി നോട്ട്സ് ഓഫ് അൽവാരോ വെൻഹോ, എ പോർച്ചുഗീസ് സെയിലർ ഹു അറൈവ്ഡ് ഇൻ കേരള അലോങ് വിത്ത് വാസ്കോ ഡെ ഗാമ. വാസ്കോ ഡെ ഗാമയുടെ കൂടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിലെത്തിയിട്ടുള്ള വ്യക്തിയാണ്, സഞ്ചാരിയാണ്, നാവികനാണ്. ഇത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് അൽവാരോ വെൻഹോ. ഓക്കെ, ആ പേരിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. അപ്പൊ എന്താ ഈ ഡയറിയിൽ പറയുന്നത് എന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യൂണിറ്റ് ആരംഭിക്കാം. There were beautiful hills nearby. Our guides couldn't recognize the location precisely. As we reached closer to the land, they told that we are to the north of Calicut and this was our destination. That night, we anchored 2 furlongs away from Calicut. We did so because our guide mistook Kapia or Kapad for Calicut. Nearby, there is a town called Panthalaini or Panthalaini. Some people approached us from the coast on 4 country boats. They wanted to know to which country we belonged. They showed us the route to Calicut. അതിൻ്റെ അർത്ഥം വളരെ പെട്ടെന്നൊന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുള്ള അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളം, നമ്മുടെ കോഴിക്കോട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗാമ പുറപ്പെട്ടത്. അങ്ങനെ പക്ഷെ അവർക്ക് ഒരല്പം എന്തായി, വഴി തെറ്റി. അവര് എവിടേക്ക് എത്തിയത്? അവര് കാലിക്കറ്റ് എന്ന് ഇവിടെ പറയുന്ന കാലിക്കൂത്ത് എന്ന് പറയുന്നത് കാലിക്കറ്റാണ്. അറബി ഭാഷയിലൊക്കെ നമ്മൾ കാലിക്കൂത്ത് എന്നാ പറയുക. അപ്പൊ കാലിക്കറ്റാണ് അല്ലെങ്കിൽ കോഴിക്കോടാണ് എന്ന് വിചാരിച്ച് അവര് കപ്പല് നങ്കൂരമിട്ടത് 2 ഫർലോങ്, കോഴിക്കോട് പട്ടണത്തിന് 2 ഫർലോങ്, 2 കാതം ദൂരെയാണ്. ഓക്കെ, കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് കപ്പല് നങ്കൂരമിട്ടത്. കോഴിക്കോടാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവര് കാപ്പാട് കപ്പലിറങ്ങിയത്. ഓക്കെ, അപ്പൊ അവരുടെ വഴികാട്ടി അത് കോഴിക്കോടാണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവര് കാപ്പാട് എന്ത് ചെയ്തു? കപ്പലിറങ്ങി. നിയർ ബൈ ദർ ഈസ് എ ടൗൺ കോൾഡ് പന്തലായിനി. അവര് കാപ്പാടിനടുത്ത് എന്തുണ്ട്? കാപ്പാടിനടുത്തുള്ള ഒരു പട്ടണത്തിന്റെ പേര് പറയാണ്, അതായത് പന്തലായിനി. ഓക്കെ, 2 പേരിലും വിളിക്കുന്നുണ്ട്. അന്ന് പന്തരിനി എന്നറിയപ്പെട്ടു, ഇന്ന് പന്തലായിനി കൊല്ലം എന്നാണ് അറിയപ്പെടുന്നത്. കൊയിലാണ്ടി അതല്ലെങ്കിൽ കാപ്പാടിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രദേശമാണ് ഇത്, ഈ പന്തലായിനി കൊല്ലം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നിയർ ബൈ ദർ ഈസ് എ ടൗൺ കോൾഡ് പന്തലായിനി. ഓക്കെ, കാപ്പാടാണ് അവര് കപ്പൽ ഇറങ്ങിയത് അല്ലെങ്കിൽ കപ്പൽ നങ്കൂരമിട്ടത്. അതിനടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു പന്തലായിനി. അപ്പോൾ ഇവര് കപ്പൽ ഇറങ്ങിയത് കണ്ടപ്പോൾ സമീപത്തുള്ള കുറച്ച് ആളുകൾ, കേരളത്തിലെ നാട്ടുകാരായ കുറച്ച് ആളുകൾ 4 വള്ളങ്ങളിലായിട്ട് എന്ത് ചെയ്തു? ഈ കപ്പലിന്റെ സമീപത്തേക്ക് പോയി. And they wanted to know to which country we belonged.
ഓക്കെ, അതായത് ഏത് നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് അറിയാനായിരുന്നു അവർക്ക് ആകാംക്ഷ. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു, കോഴിക്കോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നു എന്നാണ് അൽവാരോ വെൻഹോ തന്റെ ഡയറി കുറിപ്പിൽ ഇവിടെ എഴുതി വെച്ചത്. 1498 എഴുതിയിട്ടുള്ള ഡയറിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ഗാമ വന്ന ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി ഇവിടെ പരിചയപ്പെടുത്താണ് ഈ ഒരു ഡയറി കുറിപ്പിലൂടെ ചെയ്യുന്നത്. What does the above diary note indicate? Europeans came to Kerala for trade by the end of 15th century. 15ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും യൂറോപ്യന്മാർ കച്ചവടത്തിനായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തി. The Arabs and the Chinese were the prominent foreigners who had kept trade relations with Kerala prior to Europeans. നമ്മൾ 9ാം ക്ലാസ്സിലും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ യൂറോപ്യന്മാരുടെ വരവിന് മുമ്പ് കേരളവുമായിട്ട് വളരെ സജീവമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങൾ, രണ്ട് പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അറേബ്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. ഓക്കെ, അറേബ്യയുമായി അല്ലെങ്കിൽ അറബികളുമായിട്ടും അതേപോലെ ചൈനക്കാരുമായിട്ടും കേരളത്തിന് എത്രയോ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കച്ചവട ബന്ധമുണ്ട്. യൂറോപ്യന്മാരുടെ വരവിന് മുമ്പേ അതുണ്ട്. എന്നാൽ the Portuguese aimed to end the Arab and Chinese trade monopoly in the Kerala coast. എന്നാൽ കേരളത്തിലെത്തിയിട്ടുള്ള പോർച്ചുഗീസുകാർ ആദ്യം തന്നെ ശ്രമിച്ചത് എന്താണ്? ഈ അറബികളുമായിട്ടും അതേപോലെ ചൈനക്കാരുമായിട്ടും കേരളത്തിനുള്ള കച്ചവട ബന്ധം തകർക്കുക. അതായിരുന്നു പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. എങ്കിൽ മാത്രമേ പോർച്ചുഗീസുകാർക്ക് കേരളവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. So they demanded Zamorin, the ruler of Kozhikode, to expel the Arab merchants from the Kozhikode. അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയോട് വാസ്കോ ഡ ഗാമ എന്താ ആവശ്യപ്പെട്ടു? അറബികളെ അല്ലെങ്കിൽ അറബികളുമായിട്ടുള്ള കച്ചവടം സ്റ്റോപ്പ് ചെയ്യുക, അറബികളെ ഇവിടുന്ന് മടക്കി അയക്കുക, എന്നിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് കച്ചവടം സ്ഥാപിക്കുക എന്ന ഒരു ആവശ്യം സാമൂതിരിയോട് പോർച്ചുഗീസുകാർ ഉന്നയിച്ചു. പക്ഷേ Zamorin rejected this demand and this made the Portuguese furious. പക്ഷേ ഈ ഒരു ആവശ്യം സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? നിരാകരിച്ചു. അതിന് അദ്ദേഹം തയ്യാറായില്ല. അതെന്തിന് കാരണമായി? അത് പോർച്ചുഗീസുകാരെ, വാസ്കോ ഡ ഗാമയെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെ കുപിതരാക്കി. ഓക്കെ, അതായത് അവർക്ക് സാമൂതിരിയോട് ഒരു ദേഷ്യം തോന്നാൻ അത് കാരണമായി. So the Portuguese sought the help of Kochi, the enemy state of Kozhikode, to gain trade supremacy in Kerala. അപ്പോൾ പോർച്ചുഗീസുകാർ നേരെ എങ്ങോട്ട് പോയി? സാമൂതിരിയുമായി പിണങ്ങിയ പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ നേരെ എവിടേക്ക് പോയി? കൊച്ചിയിലേക്ക് പോയി. കാരണം കൊച്ചി ഭരിക്കുന്ന രാജാവും അല്ലെങ്കിൽ കൊച്ചി രാജ്യവും സാമൂതിരിയും തമ്മിൽ ആ സമയത്ത് ശത്രുത നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നേരെ വാസ്കോ ഡ ഗാമ നേരെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചി രാജ്യവുമായിട്ട് എന്ത് ചെയ്തു? കച്ചവട കരാറിൽ ഒപ്പുവെച്ചു, കച്ചവടം അവിടെ ആരംഭിച്ചു. ഓക്കെ, സ്വാഭാവികമായിട്ടും തന്റെ ശത്രുവിന്റെ അടുത്തുനിന്നാണ്, സാമൂതിരിയുടെ അടുത്താണ് അല്ലെങ്കിൽ സാമൂതിരിയുടെ അടുത്തുനിന്ന് മടങ്ങി വരുന്ന ആളാണ് ഗാമ എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയിലെ രാജാവ് എന്ത് ചെയ്തു? വേഗം ഗാമയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ചു. Though the Zamorin's navy under the leadership of കുഞ്ഞാലി മരക്കാർ bravely resisted the Portuguese, they lost. നമുക്കറിയാം, കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന, കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുടെ കപ്പൽ പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. ആ കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് അറബിക്കടലിൽ ആർക്കെതിരെ നടത്തിയിട്ടുണ്ട്? പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവസാനം പോർച്ചുഗീസുകാരുടെ വലിയ സൈന്യത്തിന് മുന്നിലും വലിയ ചതിപ്രയോഗങ്ങൾക്ക് ഒക്കെ ഇടയിലായിട്ട് അവസാനം എന്ത് ചെയ്തു? ഈ കുഞ്ഞാലി മരക്കാർമാർ പരാജയപ്പെട്ടു. കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രം പറയുന്ന സിനിമ മലയാളത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് ചരിത്രമാണോ അതല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് ഒരുപാട് വസ്തുതകൾ മറ്റു പല കാര്യങ്ങളും കൊണ്ടുവന്നതാണോ എന്നൊക്കെ കണ്ടാലേ നമുക്ക് അറിയുള്ളൂ. എനിവേ, കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്രം ഒരു വലിയ ചരിത്രം തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനില്ല. ഇവിടെ സൈഡിൽ ചെറിയൊരു ബോക്സ്, കുഞ്ഞാലി മരക്കാർമാരുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തൽക്കാലം അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. Okay, so Zamorin's navy under the leadership of കുഞ്ഞാലി മരക്കാർ, ഹിന്ദു രാജാവായ സാമൂതിരിയുടെ കപ്പൽ പടയുടെ തലവന്മാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. അപ്പൊ അത് കാണിക്കുന്നത് അക്കാലത്ത് സമൂഹത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക ഐക്യമാണ്, മത സൗഹാർദ്ദമാണ്, സഹിഷ്ണുതയാണ്. അപ്പൊ ഇന്നത്തെ സമൂഹത്തിനും ഇന്നത്തെ ഭരണാധികാരികൾക്കും ഇന്നത്തെ ജനങ്ങൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു സാഹചര്യം, സാമൂഹിക അന്തരീക്ഷം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഇതിന്ന് വ്യക്തമാണ്. ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എനിവേ,
അക്കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ പോർച്ചുഗീസുകാർ അങ്ങനെ കേരളത്തിലെത്തി. ദി പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, French. Okay, the Portuguese, the Dutch, the English and the French were competing each other for trade monopoly in Kerala. ഈ പറയുന്ന യൂറോപ്യൻ ശക്തികളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളത്തിലേക്ക് വന്നു. എന്നിട്ടോ കച്ചവട കുത്തക കൈക്കലാക്കാൻ വേണ്ടി പരസ്പരം ഈ യൂറോപ്യൻ ശക്തികൾ പരസ്പരം നമ്മുടെ നാട്ടിൽ വന്ന് ഏറ്റുമുട്ടി. ഓക്കെ, ദി കോമ്പറ്റീഷൻ വാസ് മെയിൻലി ഫോർ ബ്ലാക്ക് പേപ്പർ. നമുക്കറിയാം ഈ ആളുകളൊക്കെ പ്രധാനമായിട്ടും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്, പ്രത്യേകിച്ച് കുരുമുളക്. ഓക്കെ, ബ്ലാക്ക് പേപ്പർ, നമ്മുടെ കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ പ്രധാന തർക്കങ്ങളെല്ലാം നടന്നിരുന്നത്. കോൺസിക്വന്റ്ലി the Dutch expelled the Portuguese from Kerala in 1663. നമുക്കിവിടെ പഠിക്കാനുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വർഷം ഇതാണ്. Dutch expelled the Portuguese from Kerala in 1663. ഓക്കെ, ഇവിടേക്ക് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പോർച്ചുഗീസുകാരെ ഡച്ചുകാര് കേരളത്തിൽ നിന്ന് പുറത്താക്കി. ഏത് വർഷം? 1663. ഓക്കെ, ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെട്ടു മടങ്ങി ഇൻ 1663. ഓക്കെ, അപ്പോൾ ഒരാൾ ഇവിടുന്ന് മടങ്ങിപ്പോയി. ബട്ട് ദി Dutch were forced to leave Kerala as they were defeated by Marthandavarma of Travancore with the help of British in the Battle of Kulachal in 1741. ഓക്കെ, മുഴുവനായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. അപ്പോൾ പോർച്ചുഗീസുകാരെ 1663 ഡച്ചുകാർ പരാജയപ്പെടുത്തി കേരളത്തിൽ നിന്ന് മടക്കി ഓടിച്ചു. ആ ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി? മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കേരളത്തിൽ നിന്ന് പരാജയപ്പെടുത്തി ഓടിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്, യുദ്ധവുമാണ്. ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ വാർ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധത്തിലാണ് ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഇൻ 1741. ഇവിടെ പറയുന്നുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷുകാരുടെ സഹായം ഇക്കാര്യത്തിൽ ആർക്കുണ്ടായിരുന്നു? മാർത്താണ്ഡവർമ്മക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണിത്. കാരണം ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു ചെറിയ പ്രദേശത്തിന്റെ ഭരണാധികാരി, ഒരു പ്രാദേശിക ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് നിന്ന് പരാജയപ്പെടുത്തി ഓടിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമാണ് ഈ കുളച്ചൽ വാർ, ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഓക്കെ, സോ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741. ഒരുപാട് വർഷങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആ വർഷം കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. ആരൊക്കെയാ? പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാർ പോയി. ഓക്കെ, ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇൻ 1741. ഇനി ബാക്കിയുള്ളത് ഇംഗ്ലീഷുകാരും അതേപോലെ ഫ്രഞ്ചുകാരുമാണ്. ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ട്രേഡ് മൊണോപ്പൊളി കരസ്ഥമാക്കാൻ വേണ്ടി, കച്ചവട കുത്തക കരസ്ഥമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പരസ്പരം നമ്മുടെ രാജ്യത്ത് വെച്ച് യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായി. അതിനെ നമ്മൾ പറയുന്നത് കർണാട്ടിക് വാഴ്സ് എന്നാണ്, കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നമ്മുടെ രാജ്യത്ത് വെച്ചുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ. ആ കർണാട്ടിക് യുദ്ധങ്ങളിൽ അവസാനം ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാരും അഥവാ ഫ്രാൻസും പരാജയപ്പെട്ടു. അവസാനം ദി ബ്രിട്ടീഷ് possessed the trade monopoly in South India. അവസാനം ആര് വിജയിച്ചു? ബ്രിട്ടീഷുകാർ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ, കച്ചവട കുത്തക ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശമായി മാറി. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാരൊക്കെ പോയി. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെ മടങ്ങിയ അവസാനം ഇംഗ്ലീഷുകാർ 1947 വരെ പിന്നീട് അവരുടെ ചൂഷണമാണ്, അവരുടെ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ വർഷങ്ങൾ പ്രത്യേകിച്ച് ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741 അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യാം. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു കേരള. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ്, കേരളത്തിലേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സർദാർ KM പണിക്കരുടെ കേരള ചരിത്രത്തിലെ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് സമയം അനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓരോന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു കേരള, കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ക്യാപ്റ്റൻ വില്യം കീലിംഗ്.
The representative of the English East India Company came to Kerala in 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം കീലിംഗ് 1615 എവിടെത്തി? നമ്മുടെ കേരളത്തിലെത്തി. ആൻഡ് ഹി വിസിറ്റഡ് ആൻഡ് സൈൻഡ് എ ട്രേഡ് അഗ്രിമെന്റ് വിത്ത് സാമോറിൻ ഓഫ് കോഴിക്കോട്. അങ്ങനെ കേരളത്തിലെത്തിയിട്ടുള്ള കേരളത്തിലെത്തിയിട്ടുള്ള ക്യാപ്റ്റൻ വില്യം കീലിംഗ് കോഴിക്കോട് റൂളറായിട്ടുള്ള ഭരണാധികാരിയായി നമ്മൾ നേരത്തെ പറഞ്ഞു കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുമായിട്ട് ഒരു കച്ചവട കരാറിൽ ഒപ്പുവെച്ചു. ഓക്കെ, സൈൻഡ് എ ട്രേഡ് അഗ്രിമെന്റ് വിത്ത് സാമോറിൻ ഓഫ് കോഴിക്കോട്. കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരിയുമായിട്ട് ഒരു കച്ചവട കരാർ ഒപ്പുവെച്ചു. ആൻഡ് ലേറ്റർ കമ്പനി സെക്യൂർഡ് ദി കൺസെന്റ് ടു സ്റ്റാർട്ട് വെയർഹൗസസ് അറ്റ് വിഴിഞ്ഞം, തലശ്ശേരി ആൻഡ് അഞ്ചുതെങ്ങ്. ശ്രദ്ധിക്കുക, പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ വെയർഹൗസസ് എന്ന് പറയുമ്പോൾ സംഭരണ കേന്ദ്രങ്ങൾ, പണ്ടുകാലത്ത് പാണ്ഡികശാലകൾ എന്നറിയപ്പെട്ടിരുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ മറ്റൊരു വാക്ക് പറയാം, ഗോഡൌൺ. നമുക്കറിയാം എന്തിനാ ഗോഡൌണുകൾ നിർമ്മിക്കുന്നത്? സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സെക്യൂർ ദി കൺസെന്റ് ടു സ്റ്റാർട്ട് വെയർഹൗസസ് അറ്റ് വിഴിഞ്ഞം, തലശ്ശേരി ആൻഡ് അഞ്ചുതെങ്ങ്. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗോഡൌണുകൾ ഉണ്ടാക്കാനുള്ള, സംഭരണശാലകൾ ഉണ്ടാക്കാനുള്ള, കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള സമ്മതം അല്ലെങ്കിൽ പെർമിഷൻ അതത് പ്രദേശങ്ങളിലുള്ള ഭരണാധികാരികൾ, നാട്ടുരാജാക്കന്മാര് നൽകി. വിഴിഞ്ഞം എന്ന് പറയുന്നതും അഞ്ചുതെങ്ങ് എന്ന് പറയുന്നതും ട്രിവാൻഡ്രം ജില്ലയിലാണ്, തലശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുമാണ്. Gradually they attained the permission from the Queen of Attingal to build a fort at അഞ്ചുതെങ്ങ്. ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു 3 മാർക്കിന്റെ ചോദ്യത്തിലേക്കുള്ള ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കാം. English East India Company attained the permission from the Queen of Attingal to build a fort at അഞ്ചുതെങ്ങ്. ശ്രദ്ധിക്കണം, എന്താ സംഭവം അറിയുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പെർമിഷൻ കിട്ടുകയാണ്. എന്തിനാ പെർമിഷൻ കിട്ടുന്നത്? അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോട്ട നിർമ്മിക്കാനുള്ള പെർമിഷൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആര് കൊടുക്കുകയാണ്? ആറ്റിങ്ങൽ ക്വീനായ, ആറ്റിങ്ങൽ രാജ്ഞിയായിട്ടുള്ള വ്യക്തി. ഓക്കെ, ആറ്റിങ്ങൽ റാണി പിന്നെ ഇങ്ങനെ ഒരു പെർമിഷൻ ആർക്ക് കൊടുക്കുകയാണ്? ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോട്ട പണിയാനുള്ള പെർമിഷൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ആര് നേടിയെടുത്തു? ബ്രിട്ടീഷുകാര് നേടിയെടുത്തു. ഓക്കെ, later Anjutengu became an important military center of the British in the western coast. അങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കോട്ട എന്ന രൂപത്തിലാണ് പെർമിഷൻ കൊടുത്തത് എങ്കിലും പിന്നീട് ഈ കോട്ട പണിത ശേഷം എന്താ സംഭവിച്ചത്? ആ പിന്നെ പ്രദേശം അഞ്ചുതെങ്ങ്, ആ കോട്ട പണിത അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു പ്രദേശം പിന്നീട് എന്തായി മാറി? പടിഞ്ഞാറൻ തീരത്തെ, വെസ്റ്റേൺ കോസ്റ്റിലെ പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ മിലിറ്ററി സെന്റർ ആയിട്ട്, ഒരു സൈനിക കേന്ദ്രമായിട്ട്, ഒരു പട്ടാള ക്യാമ്പായിട്ട് ആ പ്രദേശം മാറി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അപകടം അവിടെ നടന്നു. ദി നേറ്റീവ്സ് were furious when അഞ്ചുതെങ്ങ് became a British military base. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചുതെങ്ങ് ഒരു പട്ടാള ക്യാമ്പ്, ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക ക്യാമ്പായി മാറിയപ്പോൾ നാട്ടുകാരാകെ പേടിച്ചു. ഓക്കെ, നാട്ടുകാരാകെ പേടിച്ചു. പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കോട്ട പണിയാനുള്ള പെർമിഷൻ കൊടുത്തത് നാട്ടുകാർക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നാട്ടുകാരുടെ താല്പര്യമൊന്നും നോക്കാതെയായിരുന്നു അങ്ങനെ ഒരു പെർമിഷൻ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ in 1721 the natives killed about 150 Englishmen who were on their way to hand over gifts to the Queen of Attingal. അപ്പൊ ഈ ഒരു രീതിയിൽ ബ്രിട്ടീഷുകാര് തങ്ങളുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെയൊക്കെ വിന്യസിച്ച് ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക താവളമാക്കി മാറ്റിയപ്പോൾ ജനങ്ങളാകെ ഭയചകിതരായി. അതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലക്ക് ജനങ്ങൾ എന്ത് ചെയ്തു? 1721 അവിടുത്തെ നാട്ടുകാരെന്ത് ചെയ്തു? 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെ പിടികൂടി വധിച്ചു. ഓക്കെ, ഈ 150ഓളം വരുന്ന ബ്രിട്ടീഷുകാര് പിന്നെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്നു. ആറ്റിങ്ങൽ റാണിയാണല്ലോ കോട്ട പണിയാനുള്ള പെർമിഷൻ ഒക്കെ കൊടുത്തത്. ഓക്കെ, ആറ്റിങ്ങൽ റാണി പിന്നെ ഉമയമ്മ എന്ന പേരിലുള്ള പിന്നെ വ്യക്തിയായിരുന്നു അന്നത്തെ ആറ്റിങ്ങൽ റാണി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെ 1721 നാട്ടുകാരെന്ത് ചെയ്തു? പിടികൂടി വധിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ്
ദി ആറ്റിങ്ങൽ റിവോൾട്ട്. ഈ സംഭവം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ദിസ് റിവോൾട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ കേരള. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് റിവോൾട്ടാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ റിവോൾട്ട് ഇൻ 1721. ഈ വർഷം മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചൊരു വർഷമുണ്ട്, ഇതാ ഇവിടെ 1741 ബാറ്റിൽ ഓഫ് കുളച്ചൽ, മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദി ഡച്ച്. അത് 1741 ആണ്. അതിൻ്റെയും ഒരു 20 വർഷം മുമ്പ് 1721 ആണ്. അത് 41, ഇത് 21. 1721 ആറ്റിങ്ങൽ റിവോൾട്ട്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ കേരള. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ആറ്റിങ്ങൽ റാണി, ക്വീൻ ഓഫ് ആറ്റിങ്ങൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് പെർമിഷൻ കൊടുത്തു. എന്തിന്? ടു കൺസ്ട്രക്ട് ഓർ ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് അഞ്ചുതെങ്ങ്. അങ്ങനെ അവർ കോട്ട പണിതു. മാത്രമല്ല Anjutengu became the important military center of the British in the western coast. Natives were furious when the Anjutengu became the British military base. So in 1721, the natives killed 150 Englishmen who were on their way to hand over gifts to the Queen of Attingal. So it is known as Attingal Revolt. Okay, ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആറ്റിങ്ങൽ റിവോൾട്ട് നമ്മൾ പറഞ്ഞു. ശ്രദ്ധിക്കാം. As per the Srirangapattanam Treaty of 1792, between the British and the Mysore rulers, Malabar came under British control. 1792 ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് ശ്രീരംഗപട്ടണം കരാർ, ശ്രീരംഗപട്ടണം സന്ധി. ഓക്കെ, ശ്രീരംഗപട്ടണം ട്രീറ്റി. ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് മൈസൂർ പാലസും സമീപ പ്രദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വിശാലമായ പ്രദേശമാണ് ശ്രീരംഗപട്ടണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി ആരൊക്കെ തമ്മിലാണ്? അത് 1792 ആരൊക്കെ തമ്മിലാണ്? അത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം ഈ ഒരു സംഭവം ശ്രീരംഗപട്ടണം ട്രീറ്റി 1792 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിപ്പുവിനെ പറ്റിയൊക്കെ ചെറിയ രൂപത്തിൽ പരാമർശം 9ാം ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി. ഈ ട്രീറ്റി പ്രകാരം മലബാർ കേരളത്തിലെ മലബാർ മേഖല എന്തായി? കെയിം അണ്ടർ ദി ബ്രിട്ടീഷ് കൺട്രോൾ. ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു. അപ്പോൾ നേരത്തെ ആരുടെ കൈവശമായിരുന്നു? ഈ ശ്രീരംഗപട്ടണം ട്രീറ്റിക്ക് മുമ്പ് മലബാർ ടിപ്പു സുൽത്താന്റെ, മൈസൂർ ഭരണാധികാരിയായ മൈസൂർ സുൽത്താനായിട്ടുള്ള ടിപ്പു സുൽത്താന്റെ പടയോട്ട മേഖലയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള മേഖലയായിരുന്നു മലബാറിന്റെ പല പ്രദേശങ്ങളും. ഫറോക്കിലൊക്കെ, കോഴിക്കോട് ജില്ലയിലെ ഫെറോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ടിപ്പുവിന്റെ കോട്ടയുടെ അവശേഷിപ്പുകളൊക്കെ നമ്മൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും മലബാർ ഈ ഒരു ട്രീറ്റി പ്രകാരം ബ്രിട്ടീഷുകാരുടെ കൈവശം വന്നു. ഇൻ 1792 കൊച്ചി രാജ ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് സുപ്രീമസി. ഓക്കെ, 1792 തന്നെ, അതേ വർഷം തന്നെ കൊച്ചി രാജ്യവും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. മാത്രമല്ല വാസ് ഫോഴ്സ്ഡ് ടു പേ ട്രിബ്യൂട്ട്, ബ്രിട്ടീഷുകാർക്ക് വർഷാവർഷം നികുതി കൊടുക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ മലബാറും കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഇനി ഏതാ ബാക്കിയുള്ളത്? നമുക്കറിയാം, തിരുവിതാംകൂർ ആണ്, ട്രാവൻകൂർ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് 1795, Travancore also admitted the British dominance. 1795 കരാർ പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് അവർക്ക് നികുതി കൊടുക്കാൻ തയ്യാറായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി? മലബാറും കൊച്ചിയും തിരുവിതാംകൂറും കേരളം മുഴുവനായിട്ട് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി എന്നർത്ഥം. ഇൻ റിട്ടേൺ, അതായത് ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കുന്നതിന് പകരമായിട്ട് ദി ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പ്രൊട്ടക്ഷൻ ടു ട്രാവൻകൂർ ഫ്രം ഇറ്റ്സ് എനിമീസ്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഈ നാട്ടുരാജ്യങ്ങൾ ഇത്തരത്തിൽ നികുതി കൊടുക്കുമ്പോൾ പകരം ബ്രിട്ടീഷുകാർ അവർക്ക് നൽകിയ ഓഫർ എന്താണ്? ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം. അതായത് മറ്റു പ്രദേശങ്ങളുമായിട്ട് എന്തെങ്കിലും ആക്രമണങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തെ ഈ രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഒരു കരാറാണ് ഉണ്ടായിരുന്നത്. Thus, the British ruled Malabar directly and Kochi and Travancore indirectly through the subservient Samanta Rajas. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിട്ടുള്ളത് എവിടെയാണ്? മലബാറിൽ മാത്രമാണ്. ഓക്കെ, മലബാറിൽ മാത്രമാണ്. മലബാർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ തെക്കോട്ട് പോവുകയാണെങ്കിൽ
കോഴിക്കോടും പിന്നെ മലപ്പുറം ഒക്കെ കടന്ന് ഏകദേശം പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായിരുന്നു മലബാർ എന്ന് പറയുന്നത്. അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ കൊച്ചി, ഏറ്റവും താഴോട്ട് തിരുവിതാംകൂർ. ഈ രൂപത്തിൽ ആയിരുന്നു അക്കാലത്ത് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി, ഡയറക്റ്റ് റൂളായിരുന്നു. എന്നാൽ കൊച്ചിയിലും ട്രാവൻകൂറിലും ഇൻഡയറക്റ്റ് റൂളായിരുന്നു. ഓക്കെ, സാമന്ത രാജാക്കന്മാർ വഴി എന്നിവിടെ പറയും. സാമന്ത രാജാക്കന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഇൻഡയറക്റ്റ് റൂളാണ് കൊച്ചിയിലും ട്രാവൻകൂറിലും ബ്രിട്ടീഷുകാർ നടത്തിയത്. ഇൻ ഷോർട്ട്, whole of Kerala came under the control of British by the end of 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും കേരളം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്നു എന്ന് പിന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇൻ 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി, ഈ ട്രീറ്റി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വന്നു. 1792 തന്നെ സെയിം ഇയറിൽ കൊച്ചി രാജ ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് സുപ്രീമസി ആൻഡ് അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് 1795 ട്രാവൻകൂർ ഓൾസോ അഡ്മിറ്റഡ് ദി ബ്രിട്ടീഷ് സുപ്രീമസി ഓർ ബ്രിട്ടീഷ് ഡോമിനൻസ്. ഓക്കെ, അപ്പോൾ കേരളം പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എങ്ങനെയെന്ന് നമ്മൾ ഇതുവരെ ഉള്ള ഭാഗത്ത് നമ്മൾ പിന്നെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം നമ്മൾ തൽക്കാലം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാണ്. അതായത് ബ്രിട്ടീഷുകാർ കേരളം പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു, ഭരണം തുടങ്ങി, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം തുടങ്ങി. ചൂഷണം തുടങ്ങിയാൽ അതിനെതിരെ എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളും, അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷുകാർ ചൂഷണം തുടങ്ങിയപ്പോൾ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ചില ചെറുത്തുനിൽപ്പുകളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുക. ഏർലി റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.